തൻ്റെ സ്നേഹിതൻ മുഖ്യമന്ത്രിയാകുന്നത് കാണാൻ ഒരു പുതിയ ഷർട്ട് തുന്നിച്ചിട്ടായിരുന്നു വന്നിരുന്നത്. EMA, താങ്കൾ ഈ ഷർട്ട് എടുത്തോളൂ എന്ന് പറഞ്ഞ് ആ സുഹൃത്ത് തൻ്റെ ഷർട്ട് അഴിച്ച് സഖാവ് EMS നൽകി. അങ്ങനെ കടം കൊണ്ട ഷർട്ടുമായി കേരളത്തിൻ്റെ പ്രഥമ മുഖ്യമന്ത്രിയായി സ്ഥാനമേൽക്കാൻ വേണ്ടി പോയ സഖാവ് EMS അതുകൊണ്ട് തന്നെ കേരളവും ലോകവും നിലനിൽക്കുന്നിടത്തോളം ജനങ്ങളുടെ മനസ്സിൽ ജീവിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. ഞാനിത് കേട്ടപ്പോൾ ഓർത്തത് ചരിത്രത്തിലെ ഖലീഫ ഉമറിന്റെ ജീവിതത്തിലെ ഒരു സംഭവമാണ്. ഖലീഫ ഉമർ ദി ഗ്രേറ്റ് എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. തൻ്റെ വീടിന്റെ മുൻഭാഗത്ത് എന്തോ ജോലിയിൽ വ്യാപൃതനായി നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ദൂരദേശത്ത് നിന്ന് വലിയൊരു സാമ്രാജ്യത്തിന്റെ അധിപനായിരുന്ന ഉമറിനെ കാണാൻ വേണ്ടി ഒരു ഡെലിഗേഷൻ വരുന്നത്. ഉമറിന്റെ വീടന്വേഷിച്ചായിരുന്നു അവര് വന്നത്. ജോലി ചെയ്തുകൊണ്ടിരുന്ന ഉമറിനോട് അതിലൊരാൾ ചോദിച്ചു, വലിയൊരു സാമ്രാജ്യത്തിന്റെ അധിപനായിട്ടുള്ള ഉമറിനെ കാണാനാണ് ഞങ്ങൾ വന്നത്, അദ്ദേഹത്തിന്റെ വീട് എവിടെയാണ്? ഞങ്ങൾക്ക് അദ്ദേഹത്തെ ഒന്ന് കാണണം. ഇത് കേട്ട മാത്രയിൽ ഉമർ ചിരിച്ചുകൊണ്ട് അവരെ സ്വീകരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാനാണ് ഉമർ, ഇതാണ് എൻ്റെ വീട് എന്ന് പറഞ്ഞ് ഒരു കുടിൽ കാണിച്ചു കൊടുത്തു. അതിലേക്ക് അവരെയും കൊണ്ട് ഉമർ ദി ഗ്രേറ്റ് പ്രവേശിച്ചു. ആ ചരിത്രത്തിന് പുനരാവർത്തനം നൽകുന്ന എത്രയോ നല്ല മനുഷ്യർ ലോകത്തിന്റെ ഏതോ ഭാഗങ്ങളിൽ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. അവരിൽ നാനാജാതി മതസ്ഥ വിഭാഗങ്ങളിൽപ്പെടുന്നവരുണ്ട്. അവരിൽ വിവിധ പ്രത്യയശാസ്ത്രങ്ങളുടെ അനുയായികളുണ്ട്. അത്തരത്തിലുള്ള മനുഷ്യരെ സൃഷ്ടിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് മഹത്തുക്കളുടെ ഏറ്റവും വലിയ സുഹൃതം എന്ന് പറയുന്നത്. നമ്മുടെ രാജ്യത്തിന്റെ സാമൂഹിക നവോത്ഥാന ചരിത്രത്തിൽ സഖാവ് EMS സ്ഥാനം വളരെ വലുതാണ്. ആരായിരുന്നു EMS എന്ന് ചോദിച്ചാൽ ഒറ്റവാക്കിൽ അതിന് മറുപടി പറയാൻ കഴിയില്ല. അദ്ദേഹം ഒരു എഴുത്തുകാരനായിരുന്നോ എന്ന് ചോദിച്ചാൽ കേരളത്തിലെ എണ്ണം പറഞ്ഞ എഴുത്തുകാരിൽ ഒരാൾ എന്ന് നമുക്ക് അദ്ദേഹത്തെ കുറിച്ച് പറയാൻ സാധിക്കും. അദ്ദേഹം ഒരു ഭരണകർത്താവായിരുന്നോ എന്ന് ചോദിച്ചാൽ മികച്ച ഭരണകർത്താക്കളിൽ ഒരാൾ എന്ന് നമുക്ക് അദ്ദേഹത്തെ സംബന്ധിച്ച് അഭിപ്രായപ്പെടാനാകും. അദ്ദേഹം ഒരു കലാസാംസ്കാരിക പ്രവർത്തകനായിരുന്നോ എന്ന് ചോദിച്ചാൽ ഏറ്റവും മികവുറ്റ ഒരു കലാസാംസ്കാരിക പ്രവർത്തകനായിരുന്നു സഖാവ് EMS എന്ന് സംശയലേശമന്യേ വെളിപ്പെടുത്താൻ നമുക്ക് കഴിയും. അങ്ങനെയെല്ലാം ഒരാളിൽ സമ്മേളിച്ചതിൻ്റെ മികച്ച ആൾരൂപമായിരുന്നു സഖാവ് EMS. മഹാത്മാഗാന്ധി ഒരിക്കൽ പറയുകയുണ്ടായി, ഒരു ഭരണകർത്താവ് ഒരു നിയമം നടപ്പിലാക്കുമ്പോൾ, ഒരു പരിഷ്കാരം കൊണ്ടുവരുമ്പോൾ സമൂഹത്തിന്റെ ഏറ്റവും താഴെത്തട്ടിലുള്ളയാൾക്ക് അതെങ്ങനെ അനുഭവവേദ്യമാകും എന്നാണ് നോക്കേണ്ടത്. അതാണ് ഒരു ഭരണകർത്താവിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമായി മഹാത്മാഗാന്ധി ചൂണ്ടിക്കാണിച്ചത്. ആ ഉദാഹരണം എടുത്താൽ ഇന്ത്യയിൽ ഏറ്റവും മികച്ച ഭരണകർത്താക്കൾ ആരായിരുന്നു എന്ന ചോദ്യത്തിന്റെ പ്രഥമ ഉത്തരം സഖാവ് EMS ആയിരുന്നു എന്നുള്ളതാണ്. സഖാവ് EMS അദ്ദേഹം ഭരിച്ച 2 ടേമുകളിൽ കൊണ്ടുവന്നിട്ടുള്ള നിയമങ്ങൾ, പരിഷ്കാരങ്ങൾ, അതെല്ലാം തന്നെ സമൂഹത്തിലെ ഏറ്റവും താഴെ തട്ടിലുള്ള മനുഷ്യനും ഉയർന്ന തട്ടിലുള്ള മനുഷ്യനും ഒരുപോലെ അനുഭവിക്കാൻ സാധിക്കുന്നതായിരുന്നു.